18-ാം വയസ്സിൽ നെയ്റോബിയിൽ മഗ്രാത്തും ഗില്ലസ്പിയും ബ്രെഡ്ലിയും ഉൾപ്പെട്ട ഓസീസ് സ്പേസ് ബാറ്ററിയെ പിന്നീട് അങ്ങോട്ട് ട്രേഡ് മാർക്ക് ഷോട്ടുകളായി മാറ്റിയ ഫ്ലിക്കുകളാലും ലോഫ്റ്റുകളാലും ഡിഫ്യൂസ് ചെയ്ത ഡെബ്യൂട്ട് ഇന്നിങ്സ്. അതേ മത്സരത്തിൽ ഇയാൻ ഹാർവിയെ വായുവിൽ നീന്തിയെടുത്ത ആക്രോബാറ്റിക് ഇൻസാനിറ്റിയും മൈക്കൽ ബെവനെ റണ്ണൌട്ടാക്കിയ സ്റ്റണ്ണിംഗ് റിഫ്ലക്സും. ആധുനിക ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട മത്സരത്തിൽ മുഹമ്മദ് കൈഫിനൊപ്പം ചേർന്ന് തോറ്റ ടീമിനെ ജയത്തിലെത്തിച്ച കാൽപ്പനികമായ ആ നാറ്റ് വെസ്റ്റ് ഫൈനൽ ഇന്നിങ്സ്. 2004 സിഡ്നിയിൽ ഓസീസിനെ തച്ചുടച്ച 139 റൺസുകൾ. ഉമർ ഗുല്ലിന്റെ സ്വിങ്ങിന് മുമ്പിൽ പിടഞ്ഞു വീണ ടോപ്പ് ഓർഡറിന് ശേഷം തീ കൊണ്ടണച്ച 2004 ലഹോർ ടെസ്റ്റിലെ 87 സ്ട്രൈക്ക് റേറ്റിൽ നേടിയ സെഞ്ചുറി. 2007 T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും നടത്തിയ ബ്ലിറ്റ്സ് ക്രീഗുകൾ. 2011 പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും പിന്നെ ഒടുങ്ങാത്ത രണവീര്യം കൊണ്ടും ഒരു ടീമിനെ മുഴുവൻ ഉത്തേജിപ്പിച്ച അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരിക്കലും മറക്കാനാവാത്ത അടയാളമായി രേഖപ്പെടുത്തിയ ലോകകപ്പ്. കളിക്കളത്തിലെ റൊമാൻറ്റിസിസത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ യുവരാജ് സിംഗ് എന്നല്ലാതെ മറ്റൊരു പേരില്ലെന്നാണ് വാസ്തവം. തളർന്നു പോകുന്നിടത്ത് തിരിച്ചു കയറാൻ അയാളുടെ കഥയോളം പ്രചോദനമേകുന്ന മറ്റൊരു സ്പോർട്സ് സ്റ്റോറിയുമില്ല. 2007 സെപ്റ്റംബർ 9 ഡർബനിലെ കിങ്സ്മീഡ് സ്റ്റേഡിയം. സ്റ്റുവർട്ട് ബ്രോഡിന്റെ ആ 19-ാം ഓവറിന്റെ അവസാന പന്ത്. ആദ്യ 5 പന്തുകളും ഗാലറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഷോർട്ട് പിച്ചെന്നോ ഫുൾ ലെങ്തെന്നോ ഫുൾ ടോസ് എന്നോ വ്യത്യാസമില്ലാതെ ബ്രോഡിന്റെ കൗമാരം വിട്ടുകഴിഞ്ഞിട്ടില്ലാത്ത മുഖത്ത് നിസ്സഹായത മാത്രം. കോളിംഗ്വുഡ് ഫീൽഡ് ക്രമീകരിക്കുന്നു. കമന്ററി ബോക്സിൽ രവി ശാസ്ത്രി ചോദിക്കുന്ന ചോദ്യം കാണികൾ ഓരോരുത്തരും ചോദിച്ചിരിക്കണം. അയാൾക്കതിന് കഴിയുമോ? ബ്രോഡിന്റെ രക്തശൂന്യമായ മുഖഭാവത്തിൽ നിന്നും വായിച്ചെടുക്കാമായിരുന്നു അടുത്ത പന്തിന്റെ വിധി. അതെങ്ങനെ ചെയ്താലും ബൗണ്ടറി ലൈനിന് മുകളിലൂടെ പറക്കുമെന്ന മുൻധാരണയോടെ അയാൾ റണ്ണപ്പ് തുടങ്ങുന്നു. TV ക്യാമറ 22 യാർഡിന്റെ വട്ടത്തിലേക്ക് ചുരുങ്ങുന്നു. ലെഗ് സ്റ്റെമ്പിനും മിഡിൽ സ്റ്റെമ്പിനുമിടയിൽ ബാക്ക് ഓഫ് എ ലെങ്ത്തിൽ പതിച്ച പന്തിനെ അയാൾ യുവരാജ് സിംഗ് ഒരൽപ്പം പുറകിലോട്ട് ചെരിഞ്ഞ് മിഡോണിന് മുകളിലൂടെ ഉയർത്തിയടിക്കുന്നു. ബാറ്റിലോ പന്ത് തൊട്ട നിമിഷം മുതൽ അതിൻ്റെ ട്രാജക്ടറി വ്യക്തമായിരുന്നു. മൈക്കിന് മുന്നിൽ രവി ശാസ്ത്രി അലറുന്നു. കിങ്സ്മീഡ് അറ്റ് ഹിസ് ഫീറ്റ്. യുവി ചിരിച്ചുകൊണ്ട് ധോണിയുടെ ഗ്ലൗവിൽ ആഞ്ഞു തട്ടുന്നു. സ്റ്റേഡിയം ഇരമ്പുന്നു. തൊട്ടു മുമ്പത്തെ ഓവറിൽ യുവിയുമായി വാക്തർക്കത്തിലേർക്കപ്പെട്ട ഫ്ലിൻഡോഫിലേക്ക് ക്യാമറ നീങ്ങുന്നു. വൈകാരികത മുഖമുദ്രയായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും അതിവൈകാരികമായ അടയാളമാണ് യുവരാജ് സിംഗ്. ദാദാ ആർമിയിൽ മാമോദീസ മുക്കപ്പെട്ട അയാളിൽ നിന്ന് അല്ലെങ്കിലും സച്ചിന്റെയോ ദ്രാവിഡിന്റെയോ ഋഷിതുല്യമായ നിർമ്മമത പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. തൊട്ടടുത്ത വർഷം ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിന്റെ അവസാന ദിനം. അസാധ്യമെന്ന് തോന്നിച്ച ലക്ഷ്യം സച്ചിനൊപ്പം നിന്ന് എത്തിപ്പിടിച്ച ശേഷം സച്ചിനെയും പൊക്കിയെടുത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന അയാളെ കണ്ടു. കുട്ടിക്കാലത്ത് എത്രയോ തവണ താൻ കണ്ട സ്വപ്നമായിരുന്നു ആ മനുഷ്യനത് വെള്ള ജേഴ്സിയിൽ ഒരു കളി ജയിക്കുന്നതെന്ന് അന്നയാൾ പറയുന്നുണ്ട്. ഒരു സാധാരണ ഫാൻ ബോയുടെ ആവേശത്തിന്റെ അണപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തിളക്കമുണ്ടായിരുന്നു ആ കണ്ണുകളിൽ. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു എക്സിബിഷൻ മാച്ചിന്റെ തുടക്കത്തിൽ ബാറ്റ് ചെയ്യാനിറങ്ങവേ സച്ചിന്റെ കാൽ തൊട്ട് വന്നിക്കുന്ന യുവരാജിനെ ഞാൻ ഓർക്കുന്നുണ്ട്. 2011 ഏകദിന ലോകകപ്പിൽ സച്ചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിയുമ്പോൾ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും അതിനേറ്റവും കരുത്തേകിയവൻ. ഫൈനലിന് ശേഷം മടങ്ങിയത് രോഗശയ്യയിലേക്കാണ്. ക്രിക്കറ്റിനെ വൈകാരികമായി സമീപിച്ച അയാൾ പക്ഷേ രോഗത്തെ ശാന്തമായാണ് നേരിട്ടത്. രാജ്യം കിരീട നേട്ടത്തെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ശില്പി 4th സ്റ്റേജ് ജെം സെൽസെമിറോയുമായുള്ള യുദ്ധത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. കരിയറിൽ എന്ന പോലെ ജീവിതത്തിലും പോരാളിയായ അയാൾ സെമിനോമയുടെ ബൗൺസറുകളെ അനായാസം നേരിട്ടു. സാക്ഷാൽ ടെണ്ടുൽക്കർ കാണാനെത്തിയപ്പോൾ മാത്രമാണ് ഒരിടത്തെങ്കിലും അയാൾ പതറിയത്. തിരിച്ച് ടീമിലെത്തിയ യുവിക്ക് ഇടയ്ക്ക് ചില മിന്നിത്തിളക്കങ്ങൾ ഒഴിച്ചാൽ പിന്നീട് ഒരിക്കലും ആ പഴയ നിലവാരത്തിലെത്താൻ ആയില്ലെന്നത് സത്യമാണ്. വീരന്മാരും വീരകഥകളുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള നായക സങ്കല്പമാണ് യുവരാജ് സിംഗിൻ്റേത്. 2 ലോകകപ്പുകളിൽ ടീമിന്റെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച, അതിലൊരെണ്ണത്തിൽ അക്ഷരാർത്ഥത്തിൽ ചോര തുപ്പിയിട്ടും കീഴടങ്ങാതിരുന്ന, ഓരോ വീഴ്ചയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ വീർത്തെഴുന്നേൽക്കുന്ന, മണിക്കൂറിൽ 150 കിലോമീറ്ററിലേറെ വേഗതയിൽ വരുന്ന പന്തുകളെ നയനമനോഹരമായ ഫ്ലിക്കുകളാൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ അനായാസം വായിക്കുന്ന, പോയിന്റിൽ റിഫ്ലക്സ് ക്യാച്ചുകളിൽ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത എക്സിബിഷൻ കാണിക്കുന്ന സുന്ദരമായ കാൽപ്പനിക നായക സങ്കല്പം. കളിക്കളത്തിലെ ആ മനുഷ്യന്റെ ഷോട്ടുകൾക്ക് ചാരുതയും നീക്കങ്ങൾക്ക് വേഗതയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകൂ. ഉറുമയുടെ 22 യാർഡിൽ അയാൾ ഒരുക്കിയ മായികാനുഭവങ്ങൾക്ക് ഒട്ടും മങ്ങലില്ല. രാജാക്കന്മാർ ഒരുപാടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരൊറ്റ രാജകുമാരനേയുള്ളൂ. അത് യുവരാജ് സിംഗ് തന്നെയാണ്.
നിങ്ങളും പോരാട്ട വീര്യമുള്ളവരെ ഞാൻ ഈ ഗെയിമിൽ അധികം കണ്ടിട്ടില്ല. അന്നും ഇന്നും എന്നും നിങ്ങളൊരു പ്രചോദനാനുഭവമാണ്. ആദ്യ പന്ത് മുതൽ വെടിക്കെട്ടു തീർത്ത വീരു ഉണ്ടാവാം. സ്ട്രൈറ്റ് ഡ്രൈവുകൾ കൊണ്ടും ക്ലാസ് ബാറ്റിങ്ങുകൾ കൊണ്ടും റൺമല തീർത്ത സച്ചിൻ ഉണ്ടാവാം. ഇന്നതിൻ്റെ പിന്നാലെ പായുന്ന റൺ മെഷീൻ സാക്ഷാൽ കോഹ്ലി ഉണ്ടാവാം. എന്നാൽ ഈ പറഞ്ഞ ക്ലാസും മാസും വെടിക്കെട്ടുമൊക്കെ ഒരാളിൽ നിന്ന് തന്നെ കിട്ടണമെങ്കിൽ എതിരാളികളുടെ സിരകളിൽ പൊള്ളുന്ന മുറിവുകൾ നൽകുന്ന ഈ ഇടങ്കയ്യൻ ഗ്രീസിലുണ്ടാവണം. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വായുവിൽ പറന്നുള്ള റിഫ്ലക്ഷൻ ഫീൽഡിങ്ങുകൾ കൊണ്ടും ഒരേപോലെ പോരാടി എൻ്റർടൈൻമെൻറ്റ് ചെയ്ത യുവിയോളം പോന്ന ഒരുത്തനെ കാണിച്ചു തരാൻ പറ്റില്ല എന്നതാണ് സത്യം. ക്രിക്കറ്റ് കളികൾ കണ്ടതും കാണൽ നിർത്തിയതും ഇവന് വേണ്ടി എന്ന് തന്നെ പറയാം. തൻ്റെ ജീവന് ഭീഷണിയുമായി വന്ന ക്യാൻസറിനെ പോരാടി തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് തണലായി ക്യാൻസർ സെൻറ്റർ നടത്തുന്ന നല്ല മനസ്സിനുടമയായ ഐതിഹാസിക പോരാട്ടത്തിലൂടെ വീരചരിതം പാടിയ ഇതിഹാസം, അതെ, യുവരാജ് സിംഗ്.